ഹലോ പ്രിൻസുഖാണേ. നമുക്ക് ഇടയിലാണ്. ഞാനമ്മയും കാലത്ത് തന്നെ പള്ളിയിലേക്ക് ഇറങ്ങി കേട്ടാ. ഓശാന ഞായറാഴ്ചയാണ്. കുരുത്തോലം വാങ്ങി പള്ളിയിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ പോകണം അമ്മയായിട്ട്. ഞാൻ രാവിലെ തന്നെ ചേച്ചി ഉണ്ടാക്കിയ കോഴിക്കോട്ട കഴിച്ചിട്ടാണ് തുടക്കം. കോഴിക്കോട്ട വെച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ ക്യാപ്റ്റന്റെ വീട്ടിലും കോഴിക്കോട്ട അപ്പച്ചൻ തിന്നായിരുന്നു ക്യാപ്റ്റന്റെ. ഇട്ട് തിരിച്ചെത്തിയപ്പോഴേ വലിയ വണ്ടി റോട്ടിൽ കിടക്കുന്നു. വീടിന്റെ അപ്പുറത്തെ പറമ്പില് മറ്റേ തേക്ക് വെട്ടിയന്റെ തേക്ക് എടുക്കാൻ വേണ്ട വന്നാണ്. ഞായറാഴ്ച അപ്പോഴേക്കും വീട്ടിലേക്ക് കൂട്ടുകാരന്മാരൊക്കെ വന്നു. അവർ കോഴിക്കോട്ടെ കൊടുത്തു. നേരെ ഞങ്ങള് വീടിന്റെ അവിടുത്തെ ഒരു കൂട്ടുകാരനെ വീട്ടിൽ പോയി. വീട്ടിൽ കയറുമ്പോൾ തന്നെ ബെല്ലി ഞങ്ങളെ നോക്കിക്കണട്ടാ. പാവെന്ന് പറഞ്ഞാൽ അയ്യോ എന്ത് പാവെന്ന് അറിയാം ബെല്ലി. ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് കുഞ്ഞുവാവ ഉമ്മാറെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളെ വീട്ടിലെത്തിയ വെച്ച് ഞങ്ങൾക്ക് സംഭാരം തന്നു, പഴുത്ത മാങ്ങ തന്നു. അതൊന്നും പോരാണ്ട് വീടിന്റെ അപ്പുറത്തെ കരിക്ക് വെട്ടിയിടാണ്. ഇതാണ് ഹിനായേട്ടൻ. ഈ ഹിനായന്റെ വീട്ടിൽ ഞങ്ങൾ വന്നേക്കണേ. മൂപ്പരാണ് ഞങ്ങൾക്ക് കരിക്ക് വെട്ടിയെന്ന് സഹായിക്കണത്. ഞാനും കൂട്ടുകാരന്മാരെ ഒരു സഹായം ഇല്ലെങ്കിലും വായ കൊണ്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇനി ഇവന്റെ വക സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കി തരാനായിട്ട് മാങ്ങ പൊട്ടിയാൻ നിൽക്കാണ്. ഞാൻ മാങ്ങ പൊട്ടിച്ച് ഉപ്പും മുളകും വെളിച്ചെണ്ണ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകണം. ഉച്ചത്ത് ഊണ് അവിടെ നിന്നാക്കി. എന്തായാലും ഇന്ന് രാവിലെ വെറും കോഴിക്കോട്ട കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ് ഞാൻ. അപ്പോഴേക്കും അമ്മീമ ചച്ച സ്പെഷ്യൽ സാധനമായിട്ട് വന്നു. മോര് കരിക്ക് എല്ലാം കൂടിയിട്ട് നാളെ ഗുളുഗുള് ആവാണോ വയറ്. അങ്ങനെ ബെല്ലിയോട് യാത്ര പറഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച ഞങ്ങൾ വീണ്ടും വരാം. ഇങ്ങനെ ഞങ്ങളെ ഫുഡ് വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ്. ഞാൻ എന്റെ അമ്മേനെയും കൂട്ടിയിട്ട് നേരെ വന്ന് അക്കുടയിൽ പാർത്തി കേട്ടാ. ഈ നല്ല സുന്ദരമായ കാഴ്ച ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ചുറ്റും പാടം, അതിന് നടുക്കിലൊരു പാലം, അതിന് മേലെ കൂടെ വെള്ളം ഒഴിക്കൊണ്ടിരിക്കുക. വൈകുന്നേരത്തെ കാഴ്ച എന്തും മനോഹരാന്നറിയും. ഞാൻ അമ്മയും കുറെ നേരം അവിടെ ഇരുന്നു കേട്ടാ. ഇന്നത്തെ ഞായറാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ. പോയതേ അറിഞ്ഞില്ല. നാളെ തൊട്ട് ജോലിക്ക് പോകണമെന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പൊ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.